അപ്പോൾ രാത്രിയിൽ സ്ത്രീകൾക്ക് അങ്ങനെ സഞ്ചരിക്കാൻ പറ്റുമെന്ന് തെളിയിച്ചുകൊണ്ട് അല്ലെങ്കിൽ സ്ത്രീ ശാക്തീകരണം ഉറപ്പാക്കിക്കൊണ്ടാണ് നമ്മൾ 24-ഉം ഫ്ലവേഴ്സും ചേർന്ന് പിങ്ക് മിഡ് നൈറ്റ് റൺ ഇന്ന് സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ നിന്നാണ് പിങ്ക് മിഡ് നൈറ്റ് റൺ ആരംഭിക്കുന്നത്. അവിടെ നമുക്ക് വിവരങ്ങൾ തേടണം. അവിടെ നമ്മുടെ പ്രതിനിധി എസ് ശ്രീകാന്ത് ഉണ്ട്. ശ്രീകാന്ത്, ഗുഡ് ഈവനിങ്. ഞങ്ങളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ദേ വിമൻസ് ഈവനിങ് കഴിഞ്ഞ് ഞങ്ങൾ 3 പേരും അങ്ങോട്ട് വരും കേട്ടോ. അവിടെ ഒക്കെ റെഡിയല്ലേ? സജ്ജീകരണങ്ങളൊക്കെ എവിടം വരെയായി? ഗുഡ് ഈവനിങ് ശ്രീനിത. ദേ ഈ കാണുന്നതൊക്കെ തന്നെയാണ് അതിൻ്റെ ഈ തയ്യാറെടുപ്പുകൾ. നമ്മുടെ ചുറുചുറുക്കോടുകൂടി നമ്മുടെ പുരുഷ കേസരികൾ ഇവിടെ നിങ്ങളുടെ പരിപാടി അതിഗംഭീരമാക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. കഴിഞ്ഞ ഇത് നമ്മുടെ 3ാമത്തെ പിങ്ക് മിഡ് നൈറ്റ് റണ്ണാണ്. ആ പിങ്ക് മിഡ് നൈറ്റ് റൺ പരമാവധി ഭംഗിയാക്കാൻ, പൂർവാധികം ഭംഗിയാക്കാൻ, ഇതൊരു ചരിത്ര സംഭവമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് കാണാം. റെഡ് കാർപ്പറ്റൊക്കെ തയ്യാറായി കഴിഞ്ഞു. ഇവിടെ നിന്നാണ് നമ്മുടെ ഫ്ലാഗ് ഓഫ് ചടങ്ങുകൾ നടൻ ജയസൂര്യ നിർവഹിക്കാൻ പോകുന്നത്. ഏറ്റവും താരപ്പകിട്ടോടുകൂടി ഇത്തവണത്തെ പരിപാടി നമ്മൾ അണിയിച്ചൊരുക്കുന്നത് ഈ കാണുന്ന കമാനം കടന്നാണ് നമ്മുടെ വനിതാരത്നങ്ങൾ ഓടാൻ തയ്യാറെടുത്ത് പുറത്തേക്ക് പോകുന്നത്. ഇത്തവണത്തെ ഒരു പ്രത്യേകത, അത് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ രജിസ്ട്രേഷൻ ഇത്തവണ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതാണ്ട് 2500-ന് മുകളിലേക്ക് സ്ത്രീകൾ നമ്മുടെ ഈ പരിപാടിയിൽ പിങ്ക് മിഡ് നൈറ്റ് റണ്ണിൽ പങ്കെടുക്കാനായി എത്തിച്ചേരുന്നു. ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. രജിസ്റ്റർ ചെയ്യാതെ സ്പോട്ട് രജിസ്ട്രേഷൻ ഉണ്ടോ എന്ന് വിളിച്ചു ചോദിക്കുന്നവരുടെ എണ്ണമൊക്കെ വളരെ കൂടുതലാണ് എന്നുള്ളത് നമ്മളിവിടെ വന്നപ്പോഴാണ് നമ്മുടെ ഈ സംഘാടകരൊക്കെ തന്നെ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 5 കിലോമീറ്ററാണ് ദൂരം. 5 കിലോമീറ്റർ ഒന്നും ഒരു പ്രശ്നമേ അല്ല. നമ്മുടെ കൃഷ്ണ ചേച്ചിയൊക്കെ 5 കിലോമീറ്ററൊക്കെ പുഷ്പം പോലെ ഓടി മാറിയിട്ടുള്ള ടീമുകളാണ്. അതുകൊണ്ട് അത് ഒരു പ്രശ്നമായി വരുമെന്ന് തോന്നുന്നില്ല. നമ്മുടെ കൊച്ചിയിലെയൊക്കെ തന്നെ ആളുകൾക്ക് 15 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ളവർക്കും 30 വയസ്സിന് മുകളിലുള്ളവർക്കുമായി 2 കാറ്റഗറികളിലാണ് ഈ മിഡ് നൈറ്റ് റൺ ഒരുക്കിയിരിക്കുന്നത്. അത്യാകർഷകമായ സമ്മാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ദേ അവിടെ സൂംബ നടക്കും. ആ വേദിയിൽ സൂംബ നടക്കാനുള്ളതാണ്. ഒപ്പം തന്നെ മ്യൂസിക് ഫെസ്റ്റ് അത് നടക്കുന്നുണ്ട്. ഇവിടെ ഇരുന്ന് നമുക്ക് ഇവിടെ വേദിയിൽ നടക്കുന്ന പരിപാടികൾ കാണാം. നമ്മുടെ താര അവതാരകരൊക്കെ തന്നെ വരുന്നുണ്ട്. നടൻ ജയസൂര്യ വരുന്നുണ്ട്, നമ്മുടെ SKN വരുന്നുണ്ട്. അങ്ങനെ നമുക്ക് എന്തൊക്കെയാണോ ഈ വനിതാ ശാക്തീകരണം ലക്ഷ്യമിട്ട്, സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട് ഈ വനിതാ ദിനത്തിൽ ചെയ്യാൻ കഴിയുന്നത് അതെല്ലാം പിങ്ക് മിഡ് നൈറ്റ് റണ്ണിന് വേണ്ടി നമ്മൾ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും സ്വാഗതം. 9 മണിക്കാണ് ആരംഭിക്കുന്നത്. 8:30 ആകുമ്പോഴേക്കും അതിൻ്റെ ആദ്യ വിസിൽ മുഴങ്ങും. 6 മണിക്കെങ്കിലും ഈ എല്ലാവരും ഇവിടേക്ക് എത്തിച്ചേർന്നാൽ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാകും. വന്ന് ജേഴ്സിയൊക്കെ മേടിക്കണം. നമുക്ക് ഇവിടെ സ്ഥലത്തെത്തിക്കഴിഞ്ഞ് നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനുണ്ട് നിങ്ങളെ കുറേയധികം. അപ്പോൾ എല്ലാത്തരം സുരക്ഷാ മുൻകരുതലുകളും എടുത്തിട്ടുണ്ട്. ഒന്നും പേടിക്കേണ്ട. ആരോഗ്യ സംവിധാനം, എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായാൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. അപ്പോൾ എല്ലാവരും പോരുക. ദർബാർ ഹാൾ ഗ്രൗണ്ടിലേക്ക് ഒരു 6 മണിയോടുകൂടി എത്തുക. ഞങ്ങളെല്ലാവരും ഇവിടെ കാണും. അല്പസമയത്തിനകം ശ്രീനിത പറഞ്ഞതുപോലെ ഞങ്ങളുടെ വനിതാ പട്ടാളവും ഇവിടേക്ക് ഇറങ്ങും. ശരി മോനെ ശ്രീകാന്ത്, കിട്ടിയ സമയം കൊണ്ട് എൻ്റെ തലയിൽ കയറി കുച്ചിപ്പിടി നടത്തിയിട്ടുണ്ട്. അപ്പോൾ ശ്രീകാന്ത് ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ. ഇനി 5 കിലോമീറ്ററോ 10 കിലോമീറ്ററോ ഞാൻ ഓടും. പക്ഷെ എനിക്ക് ഓടാൻ പറ്റില്ല. കാരണം 15 വയസ്സ് താഴെയുള്ളവർക്ക് ഓടാൻ പറ്റില്ലല്ലോ. 15 വയസ്സിന് മുകളിലോട്ടുള്ളവർക്കല്ലേ ഓടാൻ പറ്റൂ. അപ്പോൾ അതെ.